നമ്മുടെ കുടുംബത്തിൽ കലഹമുണ്ടാകുന്നു. കലഹത്തോടനുബന്ധിച്ച് തന്നെ ചിലപ്പോൾ കൊലപാതകം വരെ നടക്കുന്നുണ്ടാകാം. ഇങ്ങനെ കലഹവും മറ്റു കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ശത്രുതാപരമായ പെരുമാറ്റമോ കുടുംബത്തിലില്ലാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരേ ഒരു കാര്യമാണ് വീടിൻ്റെ ഈ ഭാഗത്ത് ഇന്ന മരം നട്ടു വളർത്തുക എന്നുള്ളത്. ആ മരം നട്ടു വളർത്തിയാൽ നമ്മുടെ കുടുംബം കലഹമില്ലാത്തൊരു കുടുംബമായി തീരും. എന്താണ് എന്നല്ലേ, നമുക്കതിലേക്ക് കടക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ കുടുംബത്തിൽ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ കലഹം നിമിത്തമാണ് പല കുടുംബത്തിലും എന്തുണ്ടാകുന്നത്, കൊലപാതകം വരെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ കുടുംബത്തിൽ പലതരത്തിലുള്ള അശുദ്ധി ഉണ്ടാകും, അണുക്കൾ ഉണ്ടാകും, നെഗറ്റീവ് എനർജി ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കുടുംബങ്ങളുണ്ടാകും. പലതരത്തിൽ ഇപ്പോൾ പ്രസവം നടന്ന വീടാണെങ്കിൽ അവിടെ നിരവധി രോഗാണുക്കളും മറ്റു കാര്യങ്ങളുണ്ടാവും. മരണം നടന്ന വീട്ടിലും ഇത്തരത്തിലൊക്കെ ഉണ്ടാകും. പിന്നെ ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിലും അതും ഉണ്ടാവും ഇങ്ങനെ ഇത്തരത്തിൽ. ഇതെല്ലാം കൂടാതെയാണ് കോപം കൊണ്ട് ജ്വലിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ദേഷ്യം വന്നിങ്ങനെ വിറക്കും. ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ ഭർത്താവിനോടും ഒക്കെ തന്നെ കോപം കൊണ്ടിങ്ങനെ വിറയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ കോപം കൊണ്ട് വിറയ്ക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ വർത്തമാനം പറയാൻ നിൽക്കരുതെന്നാണ് പറയുക. അങ്ങനെ വർത്തമാനം പറയാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ വളരെ അടുത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിലേക്കും ആ കോപത്തിൻ്റെ തീവ്രത കടന്നു കയറാം. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നല്ലപോലെ ദേഷ്യം, എൻ്റെ വികാരങ്ങൾ ഉണ്ടാവുമല്ലോ, ആ വികാരങ്ങൾ എൻ്റെ ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എത്ര അകലത്തിൽ? ഈ ഒരു കൈ അകലത്തിൽ, ഈ ഒരു കൈ അകലത്തിൽ ഇപ്പോഴും, ഈ ഒരു കൈ അകലത്തിൽ ഇപ്പോഴും, അതേപോലെ തന്നെ മുൻഭാഗത്തും പുറകിലും ഒക്കെ ആയിട്ട് ഈ ഒരു റൗണ്ടിൽ എൻ്റെ ആ വികാരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ വന്ന് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അടിയിലേ തീരും. രഹസ്യമായിട്ട് നല്ല സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നതല്ല പറഞ്ഞ്, ദേഷ്യം വിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അവരുടെ അടുത്തേക്ക് വന്ന് വേറൊരാൾ ഉപദേശിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിന്ന് കഴിഞ്ഞാൽ അത് സംഘർഷത്തിലേക്ക് എത്തും. കാരണം ഈ ചുറ്റും അയാളുടെ നെഗറ്റീവ് എനർജി ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ എന്ത് വേണമെന്ന് അറിയാം, വീട്ടിൽ ഇങ്ങനെ ഒരു ബഹളമോ വഴക്കോ വക്കാണമോ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഒരു മുറി വിട്ട് മറ്റൊരു റൂമിൽ പോയിരിക്കുക, അല്ലെങ്കിൽ നിശ്ചിത അകലത്തിൽ മാറുക. പരമാവധി സംഘർഷം കുറക്കാൻ അത് ഉപകരിക്കും. എന്നാൽ ഞാനിവിടെ പറയുന്നത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ രോഷാകുലരായി സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആ വികാരത്തെ അവിടെ തന്നെ ഒതുക്കാൻ പറ്റും, അവരിൽ തന്നെ ഒതുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സംഘർഷങ്ങളും വഴക്കും വക്കാണവും എല്ലാം ഇല്ലാതാക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ വീട്ടിൻ്റെ അകത്തുള്ള നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അത് വീടിൻ്റെ തെക്ക് ഭാഗത്ത് പുളിമരം നട്ടു വളർത്തുക എന്നുള്ളതാണ്. വീടിൻ്റെ തെക്ക് ഭാഗത്ത്. അതെന്താണ് ഈ തെക്ക് ഭാഗത്ത് ഈ പുളിമരം നട്ടു വളർത്താനുള്ള കാരണം? ഇത് 100% സയൻസാണ്. ഈ തെക്ക് ഭാഗത്ത്, നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് പുളിമരം ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജിയെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു മരമാണ് പുളി എന്നാണ് പറയുന്നത്. അപ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്ത് നമ്മൾ പുളി നട്ട് വളർത്തുമ്പോൾ ആ ഭാഗത്തുള്ള മുഴുവൻ എനർജിയെയും അത് ഇല്ലാതെയാക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇല്ലാതാക്കുന്ന ആ അവസരത്തിൽ അത് എങ്ങനെയാണ് നമുക്ക് ഉപകരിക്കുക എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾക്കറിയാം, കൃത്യമായിട്ടുള്ള സയൻസിൽ പറയുന്നത് എന്താണ്, 22.5 ഡിഗ്രി ചെരിഞ്ഞാണ് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ആ ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്, ഒരു അച്ചുതണ്ടിൽ നിന്ന്.
അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ അച്ചുതണ്ടുണ്ടല്ലോ, ഈ അച്ചുതണ്ടിൻ്റെ അടിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നും വടക്ക് കിഴക്കേ മൂലയിലേക്ക് ആ അച്ചുതണ്ടിൻ്റെ അടിയിലൂടെ മറ്റൊരു ഇലക്ട്രിക്കൽ എനർജി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. മറ്റേത് ഭൂമിയെ ഇങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറങ്ങുന്നതോടൊപ്പം തന്നെയാണ് തെക്ക് പടിഞ്ഞാറേ മൂലയായിട്ടുള്ള കന്നിമൂല എന്ന് നമ്മൾ പറയും. വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ കന്നിമൂലയിൽ നിന്നാണ് എനർജി നേരെ ഈശാനുകോണിലേക്ക്, എവിടെ വടക്ക് കിഴക്കേ മൂലയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ തെക്ക് ഭാഗത്തുള്ള ആ പുളി മരത്തിൻ്റെ ആ എനർജി ഉണ്ടല്ലോ, പോസിറ്റീവ് എനർജി, അവിടുത്തെ അണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി ശുദ്ധമാക്കുന്ന ആ പുളിമരത്തിൻ്റെ ആ എനർജി എന്ന് വെച്ചാൽ അത് ഈ മുഴുവൻ തന്നെ ഈ ഒഴുക്കിൽ, കന്നിമൂലയിൽ നിന്നും ഈശാനുകോണിലേക്കുള്ള ആ ഒഴുക്കിൽ പൂർണ്ണമായിട്ടും വീടിൻ്റെ അകത്തെ കൂടി മുഴുവൻ തന്നെ ഉള്ളിലേക്ക് കടന്ന് വീടിൻ്റെ അകത്തുള്ള എനർജിയെപ്പോലും പൂർണ്ണമായിട്ടും നെഗറ്റീവ് എനർജിയെപ്പോലും പൂർണ്ണമായിട്ടും വടക്ക് ഭാഗത്തേക്കാണ് ഇത് കൊണ്ടുപോവുക എന്നാണ് പറയുന്നത്. വടക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കും. അപ്പോൾ ഈ വടക്ക് ഭാഗത്ത് നിക്ഷേപിക്കുന്ന സമയത്താണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ വടക്ക് ഭാഗത്ത് മാവ് നട്ട് വളർത്തും. കാരണം ഇത് വെളിയിലേക്ക് വരുന്ന ആ അണുക്കളെ അവിടെ വെച്ചിട്ട് അത് നശിപ്പിക്കുക ചെയ്യുക. മാവ് പുളിയുടെ ആ ഇത് അവിടുന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരും. പുളിയുടെ ആ എനർജി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട് നിർമ്മിക്കുന്ന അവസരത്തിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് ജനാലകളും വാതിലുകളൊക്കെ നമ്മൾ നല്ലതുപോലെ വെക്കും. കാരണം അത് എനർജി കടന്നു പോകാൻ വേണ്ടിയിട്ട്. എന്ന് മാത്രമല്ല, പൊതുവേ ഒരു വീട് നിർമ്മിക്കുന്ന അവസരത്തിൽ ഒരു സൂത്രം ഉണ്ടാക്കാറുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങു നിന്നും അങ്ങോട്ടേക്ക് എനർജി കടന്നു പോകാനുള്ളൊരു ഇത്. അതുപോലെ തെക്ക് നിന്നും വടക്കോട്ടേക്കും ഒരു എനർജി കടന്നു പോകാനുള്ള ഒരു ഇതുണ്ടാവും. പക്ഷേ അവിടെ ജനലും വാതിലും ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ ആൾക്കാർ അടച്ചിടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അടച്ചിടാൻ പാടില്ല. അത് ഇതിലൂടെ കടന്നു പോകേണ്ടതാണ് എന്നർത്ഥം. ആ എനർജി കടന്നു പോകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കാരണം ആ നല്ല എനർജി വീടിൻ്റെ അകത്തേക്ക് വന്ന് വീടിൻ്റെ അകത്തുള്ള മോശം എനർജിയെ കൂടി വലിച്ചെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോകണം എന്നർത്ഥം. അപ്പോൾ അറിയാലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. വീടിൻ്റെ അകത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാകുമ്പം അവിടെ നിൽക്കുന്ന ആളുടെ മനസ്സും നെഗറ്റീവായി തീരും. ആ വീടിൻ്റെ അകത്തുള്ള അന്തരീക്ഷവും നെഗറ്റീവായി തീരും. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വിഷയം പറഞ്ഞപ്പോഴും നമ്മളത് ഏറ്റുപിടിക്കും. അതിൻ്റെ പേരിൽ പരസ്പരം സംഘർഷം ഉണ്ടാകും. അതിൻ്റെ അടുത്താണ് ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ അടുത്ത് പോയിട്ട് ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടും അടി. അല്ലെങ്കിൽ നീ ആരെങ്കിലും ഇടപെടാൻ, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ തുടങ്ങും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, വീടിൻ്റെ അകത്തളങ്ങളിലുള്ള അന്തരീക്ഷം ഇല്ലാതാക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന പുളിമരം തെക്ക് ഭാഗത്ത് നടുക എന്നുള്ളത്. ആ തെക്ക് ഭാഗത്ത് നട്ടാൽ തന്നെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം മാറും. പരമാവധി പണ്ട് കാലങ്ങളിൽ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഇത്തരത്തിൽ ചെയ്യാറുണ്ട്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ വിശാലമായ മുറ്റവും അതുപോലെ വീട്ടുപറമ്പൊക്കെ ഉണ്ടാവും. ഈ അവസരത്തിൽ പണ്ട് കാലങ്ങളിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ തെക്ക് ഭാഗത്ത് പുളിമരവും വടക്ക് ഭാഗത്ത് മാവും നട്ടു വളർത്തുക ഒരുവിധ എല്ലാ വീട്ടുകാരും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് കൂവളം, അതുപോലെ തന്നെ തുളസി, അതുപോലെ തന്നെ പ്ലാവ്, ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ അവിടെ നട്ടു വളർത്തും കിഴക്ക് ഭാഗത്ത്. എന്തിനാ? ആ കിഴക്കിൻ്റെ ആ കാറ്റടിക്കുന്ന അവസരത്തിൽ അതിൻ്റെ എനർജി വീടിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ ഓരോന്നിനും പ്രത്യേകതയുണ്ട്. പടിഞ്ഞാറ് ഭാഗത്താണ് ഏറ്റവും ഈ വേപ്പ് നട്ടു വളർത്തുക, പേരാല്, വാഴ, ഇതൊക്കെ പടിഞ്ഞാറ് ഭാഗത്ത്, വാഴ കിഴക്ക് ഭാഗത്ത് നടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വൃക്ഷ ആയുർവേദത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ വീടിൻ്റെ അകത്ത് എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ പ്രധാനമായിട്ടും കിഴക്ക് പടിഞ്ഞാറായിട്ട് ഡോറ് വെക്കുക, അല്ലെങ്കിൽ ജനാല വെക്കുക. തെക്ക് പടിഞ്ഞാറും അതേപോലെ തന്നെ ആ എനർജി കടന്നു പോകാൻ വേണ്ടി മധ്യഭാഗത്തായിട്ട് അങ്ങനെ ഒരു എനർജി വെക്കുക, അല്ലെങ്കിൽ ഒരു ജനാലയോ വാതിലോ വെക്കുക. അതോടൊപ്പം തന്നെ എന്ത് വേണം? തെക്ക് ഭാഗത്ത് നമ്മളൊരു പുളി നട്ട് വളർത്താൻ വേണ്ടി ശ്രമിക്കുക. വീടിൻ്റെ അന്തരീക്ഷം നന്നാവും. നമ്മുടെ മനസ്സിൽ, ഓരോ ആൾക്കാരുടെ മനസ്സിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക. ഇങ്ങനെ കൊണ്ടുപോകുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലതാണ്
വീടിൻ്റെ അകത്ത് പോസിറ്റീവ് ഉണ്ടാക്കുന്ന പുളിമരം. ഈ പുളിമരം നമ്മൾ അവിടെ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് പ്രത്യേകം ഓർമ്മ വേണം, ആ ഭാഗത്തിന് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ജനാലയോ വാതിലുകളോ ഉണ്ടെങ്കിലാണ് കൂടുതൽ ഉത്തമമാവുക എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. ഏതായാലും ഭൂമിയുടെ ആ കറക്കത്തിനനുസരിച്ച് ഭൂമിക്കടിയിലൂടെ ഈ പറയുന്ന കന്നിമൂലയിൽ നിന്നും ഈശാനുകോണിലേക്കുള്ള ആ ഇലക്ട്രിക്കൽ തരംഗങ്ങൾ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിലും ഇവിടെ ശുദ്ധി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അവസരത്തിൽ നമ്മുടെ കലങ്ങിയ മനസ്സിനെ ശുദ്ധമാക്കാൻ, അതിലെ കലുഷ്യമായ മനസ്സിനെ ശുദ്ധമാക്കാൻ, അശുദ്ധമായ മനസ്സിന് നമ്മൾ ദുഷിച്ച ചിന്തകളുണ്ടെങ്കിൽ ആ ചിന്തകളെ ഇല്ലാതാക്കാൻ. ചില ആൾക്കാർ പ്രതികാര വാഞ്ചനയോടുകൂടി ആയിരിക്കും വീട്ടിൽ നിൽക്കുന്നുണ്ടാവുക. ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, അവരെ ഞാൻ ശരിയാക്കും, കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മാനസികമായ പ്രേരണ ഉണ്ടാകും. അത് ആ വീടിൻ്റെ അന്തരീക്ഷം കൂടി ഉണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു അന്തരീക്ഷം വരികയാണെന്നിരിക്കട്ടെ, അവിടെ നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മോശമായി ചിന്തിക്കാൻ കഴിയില്ല, അവർക്ക് നല്ലതായിട്ടേ ചിന്തിക്കാൻ കഴിയും. അപ്പോൾ അവർ നല്ലതുപോലെ ചിന്തിക്കുമ്പോൾ വീടിൻ്റെ അന്തരീക്ഷം നന്നാകും. അപ്പോൾ ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുത ഇല്ലാതെയാകും. ആ വീട്ടിൽ നിൽക്കുന്ന അവസരത്തിൽ അവരുടെ മനസ്സ് ശാന്തമാകും എന്നർത്ഥം. അങ്ങനെ ശാന്തമായ മനസ്സിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു കുടുംബത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അച്ഛൻ്റെയും മക്കളുടെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും മനസ്സ് നന്നാവാൻ ഈ വീടിൻ്റെ അകം എന്ത് വേണം? പോസിറ്റീവ് എനർജി നിറഞ്ഞു കിടക്കണം. ആ പോസിറ്റീവ് എനർജി നിറഞ്ഞു കിടക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് തെക്ക് ഭാഗത്ത് പുളിമരം നടുക എന്നുള്ളത്. ഇങ്ങനെ തെക്ക് ഭാഗത്ത് പുളിമരം നടുമ്പോൾ വീടിൻ്റെ അകത്തളങ്ങളിൽ ശുദ്ധി ഉണ്ടാകും, വീട്ടുപറമ്പിൽ ശുദ്ധി ഉണ്ടാകും, അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സ് ശുദ്ധമാക്കും. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.